യുദ്ധത്തിൻ്റെ ലാസ്റ്റാണ്. അതാണ് നമ്മൾ അടുത്ത ചർച്ച. ഒരു ദിവസം കൊണ്ട് ഇത് തീരില്ല. അത് പറഞ്ഞാൽ പിന്നെ ദജ്ജാലിനെ പറയേണ്ടി വരും. അപ്പോൾ പിന്നെ മറ്റൊരാൺകുട്ടി കൂടിയുണ്ടല്ലോ, സയ്യിദുന ഈസ അലൈഹിസ്സലാം പറയേണ്ടി വരും. ഒക്കെ വിശദമായ ചർച്ചയാണ്. മറ്റൊരുക്കെ പറയാം. നോക്കൂ, ശ്രദ്ധിക്കുക. ഒരു ഹദീസ് കൂടി കേട്ടോളൂ. ഒരു സ്വഹീഹ് മുസ്ലിമിന്റെ ശ്രദ്ധിക്കട്ടെ, ഒരൊറ്റ ഹദീസ് കൂടി കേട്ടോളൂ. അതിനബി, നിങ്ങൾ വിചാരിക്കേണ്ട ഈ കുളിയുടെ മത്സരയും ഈ പെണ്ണുങ്ങളെ ഹയലിന്റെ മത്സരം മാത്രമേ ഈ കിതാബിലുള്ളത് നിങ്ങൾ വിചാരിക്കേണ്ട. അത് കരുതിയിട്ട് പണ്ഡിതന്മാരെ നമ്മൾ അത് പറയാൻ മാത്രമാക്കി ബാക്കി ഒരു പണിയും പണ്ഡിതന്മാർക്കില്ല. പണ്ഡിതന്മാർ ഈ ഭൗതികമായ വേറൊരു കാര്യത്തിലൊന്നും ശ്രദ്ധിക്കില്ല. രാഷ്ട്രീയമല്ല, ദീനില്ല, ഒന്നുമില്ല. ലോക ശ്രദ്ധയൊന്നും പണ്ഡിതന്മാർക്ക് വേണ്ട. പണ്ഡിതന്മാർ ഈ നിസ്കാരക്കണക്ക് മാത്രം പറയുന്നൊരവസ്ഥ വന്നുപോയി. ഈ ഹദീസൊക്കെ എത്ര പഠിക്കണം? ഈ ഹദീസ് ഇപ്പം പഠിക്കേണ്ട കാലം. അല്ലെങ്കിൽ പിന്നെ എന്നത് പഠിക്കുക? ഇനിയിപ്പോൾ എന്നത് പഠിക്കുക? ഖിയാമത്ത് നാളിനായിട്ട് മത്സരം പഠിക്കാൻ പറ്റില്ലല്ലോ. ഇപ്പം പഠിക്കണ്ടല്ലേ? ഈ ഹദീസ് ഇന്ന് പഠിച്ചില്ലെങ്കിൽ ഇന്ന് പഠിക്കും. നിങ്ങൾ ചിന്തിക്കുക. അവസാനത്തെ ഒരു ഹദീസ് പറഞ്ഞാൽ സ്വഹീഹ് മുസ്ലിം അനബി ഹുറൈറ റളിയല്ലാഹു അൻഹു لا تقوم الساعة حتى ينزل الروم بالأعماق أو بدابق. മദീനയിലെ പ്രധാനപ്പെട്ട രണ്ട് ഭാഗങ്ങളാണ് അഅ്മാഖ്, ദാബിഖ് എന്ന രണ്ട് പ്രദേശം. ആ രണ്ട് പ്രദേശങ്ങളിൽ വന്നിട്ട് റോമൻ പട്ടാളക്കാർ ഇറങ്ങും. ഫഖറജ ഇലൈഹിം ജയ്ഷും മിനൽ മദീന. അങ്ങനെ അവിടെ നിന്ന് മദീനയിൽ നിന്നുള്ളൊരു പടക്കൂട്ടം പുറപ്പെടും. എല്ലാ നാടുകളിലും വന്ന് മുസ്ലിം നാടുകളിൽ മുഴുവനും റോമക്കാർ അന്ന് താവളമടിക്കും. തൽക്കാലം ഇറാഖിലാണ് താവളമെങ്കിൽ ആരും പല്ലിളിച്ച് നിൽക്കണ്ട. എവിടെയൊക്കെ ഒരു തുണ്ട് ഭൂമിയുണ്ടോ, മദീനയിൽ ഹബീബായ നബിയുടെ നാട്ടിൽ വരെ, പരിശുദ്ധമായ മദീനയിൽ വരെ ആ റോമക്കാർ കടന്നിറങ്ങും. സ്വഹീഹ് മുസ്ലിം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവസാനം അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ, അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ ഫഖറജ ഇലൈഹിം ജയ്ഷും മിനൽ മദീന. മദീനയിലേക്ക് വരെ റോമികൾ ഇറങ്ങിയാൽ അതാണ് അവസാനത്തെ യുദ്ധത്തിന്റെ സമയം. മദീനയിൽ റോമികൾ ഇറങ്ങിയാൽ പിന്നെ അള്ളാഹു നോക്കി നിൽക്കുകയില്ല. എന്തുകൊണ്ടൊരു ഹബീബിന്റെ മണ്ണാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മദീനയിൽ റോമികൾ ഇറങ്ങലാണ് അവസാനത്തെ റോമികളുടെ സംരംഭം. പറഞ്ഞല്ലോ, അതിലേക്കുള്ള സൂചന നമുക്ക് കിട്ടി. കഴിഞ്ഞ 2-3 ആഴ്ചകൾക്ക് മുമ്പ്, ഒരു മാസം മുമ്പ് കഅബാലയം പൊളിക്കണമെന്ന് ഇല്ലേ പറഞ്ഞില്ലേ? നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? അതൊന്നും ശ്രദ്ധിക്കണില്ലല്ലോ ആരും. കഅബാലയം പൊളിക്കണം. 1400 അബ്റഹത്ത് രാജാവിന് ശേഷം അങ്ങനെ ഒരു സ്വരം ലോകത്ത് കേട്ടിട്ടില്ല. അത് കേൾക്കാനും നമ്മുടെ കാത് വിധിക്കപ്പെട്ടു. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. ഇനിയും ചിന്തിക്കണില്ലേ മനുഷ്യന്മാര്? നമ്മൾ ഒരിക്കലാണ് പറഞ്ഞാൽ 10 കൊല്ലം പൊളിക്കും എന്ന് പറഞ്ഞു. അവസാനം കൊണ്ട് പൊളിച്ചു. ബാബരി മസ്ജിദ് പൊളിക്കും. അവസാനം മുസ്ലിമീങ്ങളും പറയാൻ തുടങ്ങി, എന്നതൊന്ന് പൊളിച്ചാൽ വേണ്ടില്ല. നിങ്ങൾ ശ്രദ്ധിച്ചോ? എന്തേ പറഞ്ഞിട്ടില്ലേ? എന്നാ അതോടുകൂടെ ആ പ്രശ്നം ഉണ്ട്. വിശ്വാസി മനുഷ്യന്മാർക്ക് ബുദ്ധിയില്ല. മനുഷ്യൻ വിചാരിച്ചാൽ അത് പൊളിക്കണോടുകൂടെ പ്രശ്നം തീർന്ന. അത് പ്രശ്നം ഉണ്ടാക്കുന്നവരുടെ ലക്ഷ്യം ആ പള്ളി അല്ല. അവരുടെ ലക്ഷ്യം അവരുടെ ലക്ഷ്യമല്ല. അവരുടെ ലക്ഷ്യം പ്രശ്നം ഉണ്ടാക്കലാണ്. അവർ പ്രശ്നം പുതിയൊരു ഭാഗത്തേക്ക് നീക്കി എന്ന് മാത്രം. ഞാൻ പറഞ്ഞില്ല, ലാ യഅതി സമാനുൻ ഇല്ലല്ലദീ ബഅദഹു അശർറു മിൻഹു. ഒരു കാലത്തിന്റെ ശേഷം അതിനേക്കാൾ മോശപ്പെട്ട കാലം വരിക തന്നെ ചെയ്യുമെന്ന് മുഹമ്മദ് നബി. മദീനയിൽ കൂടി ഇറങ്ങിയ പിന്നെ അതാണ് അവസാനം. അതോടുകൂടെ മദീനയിലെ രാജകുമാരൻ ഉണരും. അതാണ് മുഹമ്മദ് ബിൻ അബ്ദില്ലാ ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു. ചിന്തിക്കണം, എന്താ മദീനക്കുള്ള പ്രാധാന്യം അതാണ്. മദീനയിൽ കൂടി റോമികൾ ഇറങ്ങിയാൽ എന്താ മദീന? ലൗലൽ ഹിജ്റതു ലകുൻതു റജുലൻ മിനൽ അൻസാർ. ഹിജ്റ ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ മദീനക്കാരനായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ഹിജ്റയുടെ പ്രാധാന്യം ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ മദീനയിൽ ജനിക്കേണ്ടതാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്ന് മാത്രമല്ല, ഹബീബിനെ അതുകൊണ്ടല്ലേ സ്വന്തം നാട്ടുകാരായി ത്വലഅൽ ബദ്റു അലൈനാ മിൻ സനിയാത്തിൽ വിദാഇ വജബ ശുക്രു അലൈനാ മദാ ലില്ലാഹി ദാഇ അയ്യുഹൽ മബ്ഊസു ഫീനാ ജിത ബിൽ അംരിൽ മുതാഇ ജിത ശറഫ്തൽ മദീന മർഹബാ യാ ഖൈറ ദാഇ. ഹബീബായ റസൂലുള്ളാഹിന്റെ മദീന, മുസ്തഫായ നബിയെ ദഫ്മുട്ടി സ്വീകരിച്ച മദീനയിൽ റോമികൾ ഇറങ്ങിയാൽ അതാണ് മൽഹമത്തുൽ കുബ്രയുടെ അവസാനത്തെ സന്ദർഭം.
അതാണ് മുസ്ലിമീങ്ങളുടെ വിജയത്തിന്റെ നാളെന്ന് മുഹമ്മദ് നബി. ഇന്നൽ ഈമാന ലയഇർസു ഇലൽ മദീന കമാ തഇർസുൽ ഹയ്യതു ഇലാ ഹുജ്റതിഹാ. ഒരു പാമ്പ് അതിന്റെ മാളത്തിലേക്ക് മടങ്ങി വരുന്നത് പോലെ ഈമാൻ മദീനയിലേക്ക് മടങ്ങി വരുമെന്ന് മുഹമ്മദ് നബി. അങ്ങനെയുള്ള മദീനയിൽ പട്ടാളം ഇറങ്ങിയാൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ മഹ്ശറയിലേക്ക് ആദ്യം ഭൂമി പൊട്ടിപ്പിളരുന്ന മണ്ണാണ് മദീനാന അവ്വലു മൻ തൻശഖു അൻഹുൽ അർളു ثم അഹ്ലുൽ ബഖീഇൽ ഖർഖദി. മുഹമ്മദ് നബി ഭൂമിയിൽ ആദ്യമായി പിളർന്ന് പുറത്തു ചാടുന്ന ആൾ ഞാനാണ്. ഭൂമിയിൽ നിന്ന് മഹ്ശറയിലേക്ക് ആദ്യം മനുഷ്യൻ എണീക്കുന്ന മണ്ണ് മദീനയാണ് എന്ന് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു. അങ്ങനെയുള്ള മദീനയിൽ റോമികൾ ഇറങ്ങിയാൽ അതാണ് യഖ്റുജു ഇലൈഹിം ജയ്ഷും മിൻ അഹ്ലിൽ മദീന വഹും ഖിയാറു അഹ്ലിൽ അർളി. അതോടുകൂടെ യഖ്റുജു ഇലൈഹിം ജയ്ഷും മിനൽ മദീന, മദീനയിൽ ഒരു പട്ടാളം പുറപ്പെടും. വഹും ഖിയാറു അഹ്ലിൽ അർളി, അവരാണ് ഭൂമിയിലെ ചരിത്രത്തിലെ ഏറ്റവും നല്ല വിഭാഗം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ നമ്മളെ ചർച്ച ഇനി പറ്റൊരുക്കെ പറയാം. ഖിയാറു അഹ്ലിൽ അർളിന്റെ പട, ഖിയാറു സ്വഹീഹ് മുസ്ലിം ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവസാനത്തെ പട ഖിയാറു അഹ്ലിൽ അർളിന്റെ പടയാണ്. ബഹുമാനപ്പെട്ട ഖിയാറു അഹ്ലിൽ അർള് ആരാ ഖിയാറു അഹ്ലിൽ അർള്? ഖിയാറു അഹ്ലിൽ അർളിന്റെ പടയുടെ നേതാവാരാ? ബഹുമാനപ്പെട്ട ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു. ഖിയാറു അഹ്ലിൽ അർളി ഭൂമിയിലെ അക്കാലത്ത് യൗമൈദിൻ അക്കാലത്തെ ഏറ്റവും നല്ല മനുഷ്യന്മാരുടെ നേതാവാണ് ഇമാം മഹ്ദി. മദീനയിലെ പട്ടാളമായിരിക്കും അക്കാലത്തെ ഏറ്റവും വലിയ പട. ആ പടയിൽ നിന്ന് ഒരാൾ ഒളിച്ചോടിയാൽ പോലും അല്ലാഹു അവന് തൗബ കൊടുക്കുകയില്ലെന്ന് ഖാല റസൂലുള്ളാഹി. ആ പടയിൽ ചേർന്ന് ഒരാൾ, മഹ്ദി ഇമാമിന്റെ പടയിൽ ചേർന്ന് ഒരാൾ മരിച്ചാൽ അവൻ അഫ്ളലു ശുഹദാ എന്ന് ഖാല റസൂലുള്ളാഹി. ഒക്കെ സ്വഹീഹ് മുസ്ലിമിലുണ്ട്. ഒക്കെ സ്വഹീഹ്. ഒന്നും വെറുതെ പറയല്ല, ഒന്നും മുസ്ലിംമാര് വെറുതെ ഉണ്ടാക്കിയതല്ല, പഠിക്കണം മനുഷ്യൻ. പഠിച്ചു പരിശോധിച്ചാൽ ഇതൊക്കെ മനസ്സിലാവും. അക്കാലത്തെ ഏറ്റവും വലിയ പട അത് അവസാനം. അന്ന് ഡമസ്കസ് ആയിരിക്കും കേന്ദ്രം, പക്ഷേ ഏറ്റവും നല്ല പട മദീനയിലെ പടയാ. പക്ഷേ ലാ ഫിഹാ മനഅത്തുൻ വലാ അദദുൻ, അടുത്ത ആഴ്ച പറയാ. ലാ ഫിഹാ മനഅത്തുൻ, പ്രതിരോധ ശക്തി ഒന്നും ഉണ്ടാവില്ല. വലാ അദദുൻ, എണ്ണം ഉണ്ടാവില്ല. പക്ഷേ പുറപ്പെട്ടത് മദീനയിൽ നിന്നാണ്. ഭൂമിയിലെ രാജകുമാരൻ, അല്ലാഹുവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുഹമ്മദുൻ ബശറുൻ ലകൽ ബശരി യഖൂതുൻ ഹജറുൻ ലകൽ ഹജരി. ഏറ്റവും മഹാനായ ഹബീബായ നബി, ഹബീബിന്റെ മണ്ണിൽ നിന്നാണ് പട പുറപ്പെടുന്നത്. ബദറിലേക്ക് സംഘം കെട്ടിപ്പോയ മണ്ണിൽ നിന്നാണ് പട പുറപ്പെടുന്നത്. ആ പടയാണ് അവരാണ് മുത്തബഉ ശരീഅത ഫീ ഖുതാഹ ഫഅൽഖൗ മാ യലീഖു ബിഹി റഹീബ ومدوا لله شرقا وغربا وخلوا البحر واعتناقوا اللهيبا. അവിടെ നിന്നാണ് തിരമാലകളോട് സമരം ചെയ്യാൻ ബഹുമാനപ്പെട്ട ത്വാരിഖ് ഇബ്നു സിയാദ് പുറപ്പെട്ടിട്ടുള്ളത്. അവിടെ നിന്നാണ് തിരമാലകളോട് മല്ലടിക്കാൻ, അഗ്നികുണ്ഡങ്ങൾ എടുത്തു ചാടാൻ ഖാലിദ് ഇബ്നുൽ വലീദ് പുറത്തു പോയത്. അവിടെ നിന്നാണ് കിസ്റയുടെ അടിത്തറ ഇളക്കാൻ അംർ ഇബ്നുൽ ആസിയെ ഉമർ ഇബ്നുൽ ഖത്താബ് പറഞ്ഞയച്ചത്. ആ നാട്ടിൽ നിന്ന് പുറപ്പെട്ടാൽ പിന്നെ റോമികൾക്ക് രക്ഷയില്ല. അന്ന് മുസ്ലിമീങ്ങളുടെ വിജയത്തിന്റെ വെണ്ണിക്കടയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മുസൽമാന്റെ യുഗത്തിന്റെ തുടക്കമെന്ന് മുഹമ്മദ് നബി എന്ന് സ്വഹീഹ് മുസ്ലിം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുവരെ വിപ്ലവങ്ങൾ, യുദ്ധങ്ങൾ ഉണ്ടാവും, കൂടിയും കുറഞ്ഞിരിക്കും, ചിലകൾ ജയിക്കും, ചില തോൽക്കും. നിതാന്തമായ റോമികളുടെ അവസാനത്തെ ശ്വാസത്തിന്റെ അവസാനത്തെ തകർച്ച, അവസാനത്തെ അവരുടെ പരാജയത്തിന് ബഹുമാനപ്പെട്ട ഇമാം മഹ്ദിയെ കൊണ്ടേ കഴിയൂ എന്ന് സ്വഹീഹ് മുസ്ലിം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ വിഷയത്തിലേക്ക് കടന്നാൽ ഒരുപാട് വിഷയങ്ങൾ പഠിക്കാണ്ട്. ദുആ ചെയ്യാതെ ആരും പോകരുത്. പെട്ടെന്ന് ദുആ ചെയ്യും, ലിസ്റ്റ് വായിക്കാൻ ദുആ ചെയ്യും. അള്ളാന്റെ കലാമ് മാത്രം, തമാശ വരെ ചുരുക്കിയ ഒരു സദസ്സാണിത്. അള്ളാന്റെ കലാമ് മാത്രം പറഞ്ഞ ഒരു സദസ്സാണിത്. അള്ളാഹു മുസ്ലിം സമുദായത്തിന് ഉയർത്തെഴുന്നേൽപ്പുണ്ടാകുമാറാകട്ടെ. അള്ളാഹു തആല നൽകുമാറാകട്ടെ. ഒരു പേടിയും പേടിക്കേണ്ട. ഈമാൻ കയ്യിലുണ്ടോ ഒരു തകർച്ച ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. ഈമാനോടുകൂടെ മരണം ഉണ്ടാവും. അള്ളാഹു നമുക്ക് നൽകട്ടെ.